51ാമത് മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചുവല്ലോ. അപൂർവം ചിലർ ദൈവദാസന്മാർ ഒരുമിച്ചുകൂടി പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒരു ചെറിയ പ്രസ്ഥാനമാണ് മാരാമൺ കൺവെൻഷൻ എന്ന നിലയിൽ ഇത്ര വളരെ വിപുലമായി വളർന്നു വന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ മാരാമൺ കൺവെൻഷന് എല്ലാ പരിമിതികളെയും അതിജീവിച്ച് ഈ ദേശത്ത് മാത്രമല്ല, കേരളത്തിനുള്ളിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള ധാരാളം വിശ്വാസ സമൂഹം മാരാമൺ കൺവെൻഷനിൽ സംബന്ധിപ്പാനായി അടുത്തു വരുന്നുണ്ട്. സഭ വ്യത്യാസമന്യേ, ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ദൈവവചനം കേൾക്കുന്ന ഒരിടമാണല്ലോ മാരാമൺ കൺവെൻഷൻ. അഗതി മന്ദിരങ്ങൾ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാൻ മാരാമൺ കൺവെൻഷനാണ് മുഖാന്തരമായി തീർന്നത്. ഒരു കാലത്ത് ധാരാളം നിർധനരായ ആളുകൾ ഭിക്ഷ യാചിച്ചുകൊണ്ട് മാരാമൺ കൺവെൻഷൻ്റെ പന്തലിൻ്റെ ചുറ്റുവട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ളവരെക്കുറിച്ചുള്ളൊരു കരുതൽ, ആ ഒരു തിരിച്ചറിവ് ഉണ്ടായതിൻ്റെ ഫലമായി ഇന്ന് സഭയുടെ ചുമതലയിൽ പലയിടങ്ങളിലായി വയോജന മന്ദിരങ്ങൾ നടത്തി വരുന്നുണ്ട്. സുവിശേഷ വേലയ്ക്കും വേണ്ടത്ര ആക്കം കൂട്ടുവാനിടയായത് മാരാമൺ കൺവെൻഷനിലെ പ്രഭാഷണങ്ങളിലൂടെയാണ്. ഒരു കാലത്ത് മലയാളികൾ മാത്രമായിരുന്ന മാർത്തോമാ സഭ ഇന്ന് വിവിധ ഭാഷ സംസാരിക്കുന്നവർ, വിവിധ സംസ്കാരങ്ങളിൽപ്പെടുന്നവർ എന്ന് മാർത്തോമാ സഭയുടെ അംഗങ്ങളാണ്. ഒക്കെയും കാരണമായി തീർന്നത് തിരുവചനം വളരെ ശക്തമായി ഈ പ്രദേശത്ത് പ്രഘോഷിക്കപ്പെട്ടത് മൂലമാണ്. അതുമാത്രമല്ല, സമൂഹത്തിലെ അധർമ്മത്തിനെതിരായി, അധാർമികതയ്ക്കെതിരായി, തെറ്റായ പ്രവണതകൾക്കെതിരായൊക്കെ വളരെ ഉച്ചത്തിൽ ദൈവവചനം ഈ പ്രദേശത്തെ പ്രഘോഷിക്കപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ട തിരുമാന്യന്മാരിലൂടെ, സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ പ്രവർത്തകരിലൂടെ, മിഷണറിമാരിലൂടെയൊക്കെ ലഭിച്ചതായിട്ട് നേതൃത്വം സന്തോഷത്തിൽ ഓർക്കുന്നു. വചന കേൾവി ഇപ്രകാരം കാസറ്റിലൂടെ ലഭ്യമാക്കി തീർക്കുന്നത് വിദൂരത കൊണ്ട് പലപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഈ കൺവെൻഷൻ വന്ന് സംബന്ധിപ്പാൻ കഴിയാതെയൊക്കെ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് ഇവിടെ നടന്നതായിട്ടുള്ള പരിപാടികൾ കാണുവാനും കേൾക്കുവാനും പ്രത്യേകിച്ച് വചനം ശ്രദ്ധിക്കുവാനുമൊക്കെയുള്ളൊരു മുഖാന്തരമാണ് ഈ ദൃശ്യാവിഷ്കാരം. അതെല്ലാം ദൈവനാമ മഹത്വത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ പ്രാപ്യവ
അഭിമന്യരായ തോഴിയൂർ സഭയുടെ മെത്രാപ്പോലീത്ത ശ്രീമാർ ബെസേലിയസ് തിരുമേനി, ജ്ഞാനായ അധിപതിരാസനത്തിൻ്റെ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് തിരുമേനി, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ഇതര സഭാ മേലധ്യക്ഷന്മാർ, വന്യ വൈദികർ, ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്ന ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യ മാർത്തോമാ സഭയുടെ എക്യൂമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി, CSI സഭയുടെ ജനറൽ സെക്രട്ടറിയുമായിരിക്കുന്ന റവറൻ ഡോക്ടർ സദാനന്ദ, വിശ്വാസ സമൂഹമേ, ഏവർക്കും വന്ദനം. ഈ സമയത്ത് നമുക്ക് ഒരു 3 മിനിറ്റ് കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് വിനിയോഗിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ളതായ ജനങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ ഉപയോഗിക്കുന്നതായുള്ള ഒരു വിധത്തിൽ ഒരു 3 മിനിറ്റ് നേരം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇന്നിവിടെ പേര് പറയുവാൻ വിട്ടുപോയവരും അങ്ങനെ വിട്ടുപോയെന്ന് എനിക്കറിയാൻ പാടില്ല. പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നതായി നാം പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിട്ടുള്ളവരുമായ ചിലരെ കൂടി ഞാൻ അനുസ്മരിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ VT യേശുദാസൻ അച്ഛൻ്റെ മാതാവ് മരിച്ചു. ഇന്നലെ ഇരവിപേർ ഇടഭാഗമായിരിക്കുന്ന കുവൈറ്റ് ഇടവയിലെ ദീർഘനാളത്തിലെ അന്മായ ശുശ്രൂഷകൻ, ഇപ്പോൾ ഇരവിപേരിൽ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം ഇരവിപേർ എഡ്മാനുവൽ ഇടവയുടെ അന്മായ ശുശ്രൂഷകൻ എന്നോ മാമൻ എന്ന സഹോദരൻ്റെ മാതാവും മരിച്ചു. ആ ദുഃഖത്തിലിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കുവാൻ സഭ കടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. രണ്ടാമത്, ഇന്നലെ ഇവിടെ അറിയിച്ചതാണ്, താമസിച്ച് അറിയിച്ചതെങ്കിലും ഈ ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളും പ്രാർത്ഥിപ്പാനായിട്ട് റിക്വസ്റ്റ് തന്നതാണ്. ദുബായിലെ അവറോൺ സ്കൂളിൻ്റെ സ്ഥാപകയും പ്രമുഖ വ്യവസായിയുമായിരിക്കുന്ന സണ്ണി വർക്കിയുടെ മാതാവും റാന്നി കാച്ചാണത്ത് പരേതനായിരിക്കുന്ന മിസ്റ്റർ വർക്കിയുടെ സഹധർമ്മിണിയുമായിരിക്കുന്ന അമ്മണി, 57 വയസ്സ് പ്രായമുണ്ട്. ഒരു വലത്ത് ഭാഗത്ത് ഒരു സ്തംഭനമുണ്ടായി ആശുപത്രിയിൽ കഴിയുന്നു, പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകിച്ച് അപേക്ഷിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെയും ഇന്ന് രാവിലെ ലഭിച്ചതായുള്ള വിവരമനുസരിച്ച് ചികിത്സയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, സൗഖ്യത്തിൻ്റെ പാതയിലൂടെ നീങ്ങുന്നു. ഇവരെയും നമുക്ക് മനസ്സിലോർക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ അനേകർ കണ്ടു, ഒന്നിലധികം പേര് പ്രാർത്ഥനയ്ക്കായിട്ട് ജാഗരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിപ്പാൻ സൗകര്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവരവരുടേതായിരിക്കുന്ന ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇടത്തിരിക്കുന്നയാളും വലത്തിരിക്കുന്നയാളും എന്നാ പ്രാർത്ഥിക്കുന്നതെന്ന് ശ്രദ്ധിക്കാതെ എല്ലാവർക്കും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് ഒരവസരമാണ് ഞാൻ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ കണ്ടതായ ആ സമ്പ്രദായം. അതുകൊണ്ട് തങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്ത് കണ്ണുമടച്ച് വലതുകരം അല്പം ഉയർത്തി അവരവരുടേതായിരിക്കുന്ന പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന, അവരവരുടെ ആവശ്യങ്ങൾ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടുള്ളത് ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരവസരം ഉപയോഗിക്കാത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഓക്കെ.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് രാവിലെ സമയം സഭയ്ക്ക് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ളതായ ശക്തീകരണത്തിന് വേണ്ടിയാകുന്നുവല്ലോ ഈ യോഗം നിർണയിക്കപ്പെട്ടിരിക്കുന്നത്. സഹോദരീ സഭകളിലെ മേലധ്യക്ഷന്മാരും പട്ടക്കാരും വിശ്വാസ സമൂഹവും ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്നത് എന്ത് എന്നുള്ളത് കൂടുതൽ വ്യക്തത നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 3 കാര്യങ്ങളാകുന്നു. മീഖാ പ്രവാചകനിലൂടെ ദൈവം നമ്മെ അനുസ്മരിപ്പിച്ചിട്ടുണ്ട്. 1, മനുഷ്യ നിനക്ക് നല്ലതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ദൈവം പറയുന്നത് ഇപ്രകാരമാണ്. 1, നീതി പ്രവർത്തിക്കുക. 2, ദയാതൽപരരായിരിക്കുക. 3, വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നടക്കുക. ഈ ദൈവീകമായിരിക്കുന്ന ആ കൽപ്പനയുടെ ആവശ്യകതയുടെ എത്രമാത്രമെന്ന ഇന്നത്തെ സമൂഹത്തിൽ നാം പറഞ്ഞറിയിക്കേണ്ടതില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങളാണ്. നീതി എന്തെന്ന് കാണണമെന്ന് വരികിൽ നമ്മുടെ അഭിപ്രായത്തിൽ നീതി നമുക്ക് ആഗ്രഹമുള്ളതും താല്പര്യമുള്ളതും സാധിച്ചാൽ അത് നീതിയാണ്. നമ്മുടെ താല്പര്യത്തിന് വേണ്ടി മറ്റുള്ളവർ നിൽക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്. ഒരു ഉദാഹരണം പറയുകയാവുന്ന വരിയിൽ ഒരു കോളേജിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്. 30-ൽ പരം ആളുകൾ അപേക്ഷിക്കും. അപേക്ഷകരെല്ലാം വിചാരിക്കുന്നത് അവർ മാത്രമേ യോഗ്യതയുള്ളവരെന്നാണ്. എന്നാൽ അതിന് നിയമിക്കപ്പെട്ടതായുള്ള ബോർഡ് എല്ലാവരെയും പരിശോധിച്ച് കഴിയുമ്പോൾ ഒരു 3 പേരുടെ പാനൽ ഉണ്ടാക്കും. വേക്കൻസി 1 ഉള്ളൂ. ആ 3 പേരും പറയും ഞങ്ങളുടെ യോഗ്യത കൊണ്ട് ഞങ്ങൾക്ക് ഈ സ്ഥാനം കിട്ടി. എന്നാൽ മറ്റുള്ളവരായ 27 പേരും പറയും ഞങ്ങൾക്ക് യോഗ്യത ഉണ്ടായിരുന്നു, ഞങ്ങളോട് അനീതി കാണിച്ചു ഈ കമ്മീഷണർ. ഒരൊറ്റ ആൾ പോലും പറയുകയില്ല, കിട്ടിയ ആളും പറയുകയില്ല, കിട്ടാത്തയാളും പറയുകയില്ല ഈ കമ്മിറ്റി നീതി പ്രവർത്തിച്ചു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അത് എല്ലാ രംഗങ്ങളിലും കാണുവാനായിട്ട് നമുക്ക് കഴിയും. ഇന്ന് നീതിക്ക് വേണ്ടി പോരാടുന്ന സമൂഹങ്ങളും അതുതന്നെ. അഴിമതി ആരോപണങ്ങൾക്ക് വിധേയരായിരിക്കുന്നതും അതുതന്നെ. ഞങ്ങളോട് പ്രതിപക്ഷം അല്ലെങ്കിൽ ഭരണപക്ഷം കാണിക്കുന്നത് നീതിയല്ലെന്ന് പറയും. അതുപോലെ തന്നെ ഭവന കാര്യങ്ങളിലും നമുക്കറിയാം നീതിയും അനീതിയെക്കുറിച്ചുള്ളതായ വാഗ്വാദം. സ്വന്തം കാര്യം താല്പര്യപ്പെട്ടാൽ അത് നീതി, സ്വന്തം കാര്യം താല്പര്യപ്പെട്ടില്ലെങ്കിൽ അത് അനീതി. നമ്മുടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിന്റെ ദൗത്യം നമുക്ക് വീസ തരപ്പെടുത്തി തരികയും ജോലിക്ക് പ്രൊമോഷൻ തരികയുമല്ല, ശുപാർശ ചെയ്യുകയുമല്ല. പിന്നെയോ ഞാൻ നിങ്ങളോട് കൂടെ ഇല്ലാത്തതിനാൽ നീതിബോധം നിങ്ങൾക്ക് വരുത്തുമെന്നാണ്. മീഖാ പ്രവാചകനിലൂടെ ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത്, ദൈവം മുഖത്തേക്ക് നോക്കി കർത്താവിൽ കൂടെ നമുക്ക് നീതിബോധം കണ്ടെത്തുവാൻ തക്കവണ്ണം എല്ലാ സഭാവിഭാഗങ്ങളും ഒരുപോലെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. സഭാവിഭാഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും അതുതന്നെ യാഥാർത്ഥ്യതയാണ്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഇന്ന് തോഴിയൂർ സഭയുടെ മേലധ്യക്ഷൻ സന്നിഹിതനായിരിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുവാൻ ഒരു കാരണം,
വർഷങ്ങളായി ആ സഭയിലുണ്ടായിരുന്ന ഭിന്നതകൾ മാറി റിസീവർ ഭരണത്തിൽ നിന്ന് ആ സഭ വിമുക്തമായി ഇന്ന് സഭയുടെ പൂർണ്ണ അധികാരങ്ങൾ മെത്രാപ്പോലീത്താൻ നിക്ഷിപ്തമായിരിക്കുന്ന ഒരവസ്ഥയിലാകുന്ന തിരുമേനി ഇന്ന് നമ്മോടുകൂടി ഇരിക്കുന്നതെന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ആ സഭയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മാർത്തോമാ സഭയ്ക്ക് ചില പ്രതിബദ്ധതയുണ്ട് അത് പരിഹരിക്കാനായിട്ട്. അവിടുത്തെ ഭരണഘടനയിൽ തന്നെ അതിനുള്ള വ്യവസ്ഥയുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിലൊക്കെയും പ്രാർത്ഥനാപൂർവം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പൂർണ്ണാധികാരത്തോടുകൂടിയുള്ളതായ തൊഴിയൂർ സഭയുടെ പരമാധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പല പ്രാവശ്യം അവിടെ പോകുവാനിടയായി, സംസാരിപ്പാനിടയായി. ദൈവാത്മാവ് ആ സഭയ്ക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. 40-ൽ പരം വർഷങ്ങളായി ബിഷപ്പന്മാർ അന്യോന്യം മുഖം നോക്കാതെ കഴിഞ്ഞു വരുന്നതായ ഒരു സഭയുണ്ട് ഉത്തരേന്ത്യയിൽ, ഗോസ്നർ ഇവാഞ്ചലിക്കൽ ലൂതറൻ ചർച്ച്. മാർത്തോമാ സഭയുടെ ആകെ അംഗങ്ങളെക്കാളിൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു സഭയാണ്. ഈ കഴിഞ്ഞ വർഷം നാഷണൽ കൗൺസിൽ ഓഫ് ചേർച്ചസ് എന്നെയും അലഹബാദിലുള്ള അഷിയാത്ത് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറെയും കൂടി ചുമതലപ്പെടുത്തി അവരുടെ ഭിന്നതകൾ പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഒരു ആർബിട്രേഷൻ കൗൺസിലായിട്ട് പ്രവർത്തിക്കുവാൻ വലിയ പ്രതീക്ഷകളൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ലെന്ന്. എങ്കിലും ഞങ്ങൾ 5 പ്രാവശ്യം ഇരുന്നു ആലോചിച്ചപ്പോൾ ആദ്യമേ വിചാരിച്ചു 2 സഭകളാകുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന്. എന്നാൽ 3ാമത്തെ സമ്മേളനം ഞങ്ങൾ ചേർന്നപ്പോൾ തീരുമാനിച്ചു 2 അല്ല 1 സഭയായിട്ട് തന്നെ പോവുക, നിലവിലിരിക്കുന്ന കേസുകളെല്ലാം പിൻവലിക്കുക, സൗഹൃദത്തോടുകൂടി ഭദ്രാസനങ്ങളായിട്ട് ആ സഭകൾ വിഭജിച്ച് ഓരോ സംസ്ഥാനത്തും ഉള്ളതായ സഭകൾക്ക് ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കൂട്ടായ്മ, ഭദ്രാസന കൂട്ടായ്മയുടെ നൽകി പ്രശ്നം പരിഹരിക്കാമെന്ന്. ദൈവകൃപയാൽ അതും സാധ്യമായി വരുന്നു. ഈ മാർച്ച് മാസം 9ഉം 10ഉം തീയതികളിൽ റാഞ്ചിയിൽ കൂടുന്നതായിട്ടുള്ള അവരുടെ സംയുക്ത സമ്മേളനം അതിന് അന്തിമ തീരുമാനമെടുക്കുന്നതാണ്. അതും വലിയൊരു ദൈവകൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. എക്യൂമെനിക്കൽ പ്രസ്ഥാനം ഇന്ത്യയിൽ കടലാസിൽ മാത്രമല്ല, പിന്നെയോ പ്രായോഗികതയിൽ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. അത് ദൈവം അനേകരുടെ പ്രാർത്ഥനയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഭാരതത്തിലുള്ളതായ സഭകളിലെ എല്ലാം തന്നെ നീതിബോധത്തോടുകൂടിയും പരസ്പരം ദയാതൽപരരായിരുന്നും വിനയത്തോടുകൂടെ ദൈവസേനയിൽ നടക്കുവാനായിട്ടുള്ള കൃപ ലഭിക്കേണ്ടതിന് വേണ്ടി നാം ഏവരും പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമതായി എനിക്ക് പറയുവാനായുള്ള ഒരു കാര്യം, പരസ്പര അംഗീകാരമാണ് സഭയുടെ ഐക്യത്തിന് ധാരണയ്ക്ക് ഇടയാകുന്നു. ഈ ഏപ്രിൽ മാസത്തില് ആംഗ്ലേയ സമൂഹത്തിന്റെ ലോകമെങ്ങുമുള്ളതായ ആംഗ്ലേയ സഭകളെല്ലാം കൂടി, എപ്പിസ്കോപ്പലുണ്ട്, ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ട്, ചർച്ച് ഓഫ് സിലോൺ ഉണ്ട്, ചർച്ച് ഓഫ് മലേഷ്യ ഉണ്ട്, അങ്ങനെ ലോകമെങ്ങുമുള്ളതായ ആംഗ്ലേയ സഭകൾ സാംബിയയിലെ ലുസാക്കായിൽ ഏപ്രിൽ മാസം മധ്യത്തിൽ കൂടുന്നുണ്ട്. മാർത്തോമാ സഭ ലാംബത്ത് കോൺഫറൻസിലെ ചർച്ചസ് ഇൻ കമ്മ്യൂണിയൻ എന്നുള്ള നിലയിൽ പ്രതിനിധിയാണ്.
ഈ ആംഗ്ലിക്കൻ കൺസൾട്ടേറ്റീവ് അവിടുത്തെ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നുള്ള അന്തിമ തീരുമാനമെടുക്കുന്ന കൗൺസിലാണ് ആംഗ്ലിക്കൻ കൺസൾട്ടേറ്റീവ് കൗൺസിൽ. അത് കൂടുന്നതിന് ആ സമ്മേളനത്തിലേക്കും മാർത്തോമാ സഭയുടെ ഒരു പ്രതിനിധിയെ ക്ഷണിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് 3 മീറ്റിങ്ങുകളിൽ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. എന്താണ് ലോകമെങ്ങുമുള്ളതായ ആംഗ്ലേയ സഭ സാംസ്കാരികവും ഭാഷാപരവും രാഷ്ട്രീയവുമായിരിക്കുള്ള കാഴ്ചപ്പാടിൽ വ്യത്യസ്തതയുള്ളതായ സഭകൾ ഒരുമിച്ച് ചേർന്ന് ഐക്യത്തിൻ്റെതായിരിക്കുന്ന ആ അനുഭൂതി അനുഭവിക്കുന്നത് എത്രയോ എത്രയോ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഒരു സഭയിൽ ലയിക്കുകയല്ല, ഒരുമിച്ച് വളരുന്നതാണ് സമൂഹത്തിന്റെ നന്മയെന്ന് നാം പ്രത്യേകിച്ച് ഓർക്കണം. ഒരു പുഷ്പത്തിന്റെ ഇതളുകൾ എല്ലാം ഒരേ നിറമായിരുന്നാൽ ഭംഗിയില്ല, അത് മൊണോട്ടണസാണ്. എന്നാൽ വിവിധ നിറങ്ങളിലുള്ളതായ ഇതളുകളുള്ളതായ ഒരു പുഷ്പം എത്രയോ മനോഹരമായിരിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചെടിയുണ്ട്, അതിൻ്റെ തളിര് വളരെ വളരെ മനോഹരമായിരിക്കുന്ന വെളുത്ത പുഷ്പമാണ്, വെളുത്ത ഇതളുകളാണ് ആ പുഷ്പത്തിന്റെ, ആ ചെടിയുടെ തളിര്, പുഷ്പമല്ല. അതിലല്പം മൂത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ വെളുപ്പ് നിലനിർത്തുന്നു. കുറച്ചുകൂടെ മൂത്ത് കഴിയുമ്പോൾ അത് കറുത്തതായിട്ട് മാറും. അതുകൊണ്ട് ആ ചെടിയെക്കുറിച്ച് നമ്മുടെ ഇടയിലുള്ള പറച്ചിൽ ഇപ്രകാരമാണ്: അമ്മ കറുത്തത്, മോള് വെളുത്തത്, മോളുടെ മകൾ അതിസുന്ദരി. ആ ചെടിയെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ വഴിയിലെല്ലാം നമ്മൾ കാണും. പക്ഷെങ്കിൽ അത് നോക്കണം, പ്രകൃതിയിലെ ഒരു വ്യത്യാസത. ആ ചെടിയുടെ ഇലകളിൽ വിവിധ നിറങ്ങളായി തീരുമ്പോഴാണ് അത് ചെടിയുടെ മനോഹാരിത വരുന്നത്. നാം പ്രത്യേകിച്ച് ഓർക്കണം. ഒരേ നിറമായിരുന്നാലൊക്കെയില്ല. അതുപോലെ സഭയുടേതായിരിക്കുന്ന അതാത് സഭകളുടെ തന്മകൾ അത് ഒരുമിച്ച് ചേർന്ന് സാക്ഷ്യം നിർവഹിക്കുമ്പോഴാകുന്നു ഐക്യതയുടേതായിരിക്കുന്ന നിദർശനം നമുക്കുണ്ടാകുന്നത്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം കൂടിയിരുന്ന വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ഇവിടെ പാർത്ത് പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് ലോകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകും. ആരുടെ സാക്ഷി? കർത്താവിന്റെ സാക്ഷി. കർത്താവ് ആര്? മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. യേശു ക്രിസ്തു സുവിശേഷത്തിന്റെ ആരംഭം. സുവിശേഷത്തിന്റെ ആരംഭമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാണ്. അതത്രേ പൗരസപ്പോസ്തലൻ പറയുന്നത്: എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്നാണ്. അതിനുവേണ്ടിയാകുന്നു ആ സുവിശേഷം. എന്താകുന്നു യേശു ക്രിസ്തുവിന്റെ കൃപയെന്ന് പറയുന്നത്? എന്താകുന്നു? ഇംഗ്ലീഷിലെ പരിഭാഷ കുറച്ചുകൂടെ പ്രായോഗികമായി മനസ്സിലാക്കാവുന്നതാണ്. യു നോ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ദോ ഹി വാസ് റിച്ച്, ഹി ബിക്കേം പുവർ ഫോർ യുവർ സേക്ക്, സോ ദാറ്റ് യു മേ ബിക്കം റിച്ച് ത്രൂ ഹിസ് പോവർട്ടി. മാനവീയതയുടെ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയാണ് യേശു ക്രിസ്തുവിന്റെ കൃപ വിവക്ഷിക്കുന്നത്. നാം പ്രത്യേകിച്ച് ഓർക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതില്ല. നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപയെ ഓർത്തുകൊള്ളുക. ആ മാനവികതയുടെ സമ്പൂർണതയാണ് നാം സാക്ഷ്യത്തിൽ നാം പ്രതിഫലിപ്പിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഓർമ്മിപ്പിച്ചതാണ്, വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. കേശവ് ചന്ദ്രസൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫർ, ക്രൈസ്തവ വിശ്വാസിയല്ല, ഒരു വലിയ ഫിലോസഫർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത്: ലുക്ക് അറ്റ് ദ ഫേസ് ഓഫ് ജീസസ്, യു ക്യാൻ സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്. ആ കർത്താവിന്റെ
പ്രഭ നമ്മുടെ മുഖങ്ങളിൽ വിളങ്ങി ലോകം കാണേണ്ടതിന് വേണ്ടിയാകുന്നു. സ്നാപകയോഹന്നാന്റെ പിതാവ് പറഞ്ഞതായുള്ള വാക്യങ്ങൾ ഓർക്കുക. ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ഉദയത്തിന്റെ ശോഭ നമ്മിൽ തട്ടി, സൂര്യന്റെ ശോഭ ചന്ദ്രനിൽ തട്ടി, രാത്രികാലങ്ങൾ നമുക്ക് കുളിർന്നു നൽകുന്നത് പോലെ ഇന്നത്തെ സമൂഹത്തിന് യേശുക്രിസ്തുവിന്റെ പ്രഭ നമ്മുടെ മുഖത്ത് തട്ടി നമ്മെ കാണുന്നവർ കർത്താവിനെ കാണുന്നുവെന്നും കർത്താവിനെ കാണുന്നവർ അവന്റെ മുഖശോഭയിൽ ആശ്വാസം കണ്ടെത്തുന്നുവെന്നും പറയുവാൻ തക്കൊണ്ട് ഇടയാകട്ടെ. അതിന് നമ്മുടെ എക്യുമെനിക്കൽ പ്രസ്ഥാനവും അതിൻ്റെ വളർച്ചയും മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. Let us be silent for a moment. നമുക്കൊരു നിമിഷം ശാന്തമായിരിക്കാം. God of grace, കൃപയുടെ ദൈവമേ, give us what we have not. ഞങ്ങൾക്കില്ലാത്തത് അവിടുന്ന് നൽകിത്തരണമേ. Teach us what we know not. ഞങ്ങൾക്കറിയാത്തത് അവിടുന്ന് പഠിപ്പിക്കണമേ. Make us what we ought to be. ഞങ്ങൾ എന്തായി തീരണം എന്നുള്ളത് ഞങ്ങളിൽ പണിയണമേ. In Jesus' name, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ Amen. ആമേൻ. His Grace, Dr. Joseph Marthoma, Metropolitan of the Marthoma Church, Honorable Bishops, and dearly beloved in Christ Jesus. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന അഭിവന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, ക്രിസ്തുവിൽ സ്നേഹ വന്ദനമുള്ളവരെ, I deem it a privilege and honor to be part of this 121st Maramon Convention. 121ാമത് മാരാമൺ കൺവെൻഷന്റെ ഭാഗമായിരിക്കുന്നതിൽ എനിക്കേറെ ആദരവും പദവിയുമായി ഞാൻ സ്വീകരിക്കുന്നു. Thank you very much for this invitation extended to me. എനിക്ക് ഈ ക്ഷണം നൽകിയതിൽ ഉള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കട്ടെ. A special thanks to the Metropolitan Dr. Joseph Marthoma and the President of the Evangelistic Association of Marthoma, Bishop Thomas Mark Timotheus, and General Secretary Reverend George Verghese Punnakaru. എന്നെ ക്ഷണിച്ചതിൽ അഭിവന്യ മാർത്തോമാ മെത്രാപ്പോലിത്ത തിരുമേനിയോടും സംഘം പ്രസിഡന്റായിരിക്കുന്ന തോമസ് മാർ തിമോഥിയോസ് തിരുമേനിയോടും ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ജോർജ് വർഗീസ് അച്ഛനോടുമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കട്ടെ. I bring greetings on behalf of the moderator of Church of South India, Deputy Moderator of the Church of South India, and also on behalf of the Presidium of the Communion of Churches in India. CSI സഭയുടെ അധ്യക്ഷൻ തിരുമേനിയുടെയും ഉപാധ്യക്ഷൻ തിരുമേനിയുടെയും കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയുടെ അധ്യക്ഷ സമിതിയുടെയും ആശംസകൾ നിങ്ങളെ അറിയിക്കട്ടെ. The Maramon Convention is a yearly pilgrimage to the banks of the river Pamba. പമ്പ നദിയുടെ തീരത്തുള്ള ഒരു വാർഷിക തീർത്ഥാടന കൂട്ടായ്മയാണല്ലോ മാരാമൺ കൺവെൻഷൻ. A pilgrimage is a journey with profound and deep spiritual meaning. ഒരു തീർത്ഥാടനം ആഴമുള്ള ആത്മീയ അനുഭവങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നതായ സംഘയാത്രയാണ്. Pilgrimage is a form of spiritual activism. ഇതൊരു ആത്മീയ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന ഒരു സംഘയാത്രയാണ്. It's a transformative journey. ഇതൊരു രൂപാന്തരത്തിന്റെ യാത്രയാണ്. God being our accompanier. ദൈവം നമ്മുടെ സന്തത സഹചാരിയായി തീരുന്ന സംഘയാത്രയാണിത്. A pilgrimage to move together. ഒരു കൂട്ടായ്മയിലേക്ക് നയിക്കപ്പെടുന്നതായ ഒരുമിച്ചുള്ള യാത്ര. A walk towards a goal but with a common quest. ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കും പ്രത്യേക അന്വേഷണത്തോടു കൂടെയുള്ള ഒരു യാത്ര. Here we forge companionships, collaborations. ഇവിടെ നമ്മൾ ഒരുമിച്ചുള്ള സംഘവും കൂട്ടായ്മയും ഈ യാത്രയിൽ അന്വേഷിക്കുകയാണ്. And we celebrate the fellowship. ഈ കൂട്ടായ്മ അതോടൊപ്പം നമ്മൾ ആഘോഷിക്കുകയാണ്. A challenge to go and walk together. ഒരു വലിയ വെല്ലുവിളിയാണ് ഒരുമിച്ച് യാത്ര ചെയ്യുക എന്നുള്ളത്. A challenge to share fellowship, expertise, experience and resources. ഈ സംഘയാത്രയുടെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ വൈവിധ്യങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ പങ്കുവയ്ക്കുക എന്നുള്ള വെല്ലുവിളിയാണ്. It's a call to engage our intellect,
our potentials, our strength, and all that we have. നമുക്കുള്ള ബുദ്ധിയെയും കഴിവുകളെയും സാധ്യതകളെയും ഒരുമിച്ച് പങ്കുവെക്കുവാനുള്ള വെല്ലുവിളിയാണ് ഈ യാത്ര നൽകുന്നത്. In this pilgrimage, we are called to study, to understand, to discern, to explore and invent together. ഈ സംഘയാത്രയിൽ ഒരുമിച്ച് പഠിക്കാനും ഒരുമിച്ച് കണ്ടെത്താനും ഒരുമിച്ച് പങ്കുവെക്കാനുമുള്ള ഒരു വലിയ വെല്ലുവിളിയുണ്ട്. Everyone is called to join this pilgrimage. എല്ലാവരും ഈ സംഘയാത്രയിൽ പങ്കാളിത്തം വഹിക്കേണ്ടതായിട്ടുണ്ട്. To practice and do justice and walk for peace. നീതിയോടെ പ്രവർത്തിക്കാനും സമാധാനത്തോടെ യാത്ര ചെയ്യാനുമുള്ള ഒരു സംഘയാത്രയുടെ പങ്കാളിത്തം. A pilgrimage to heal and reconcile the world. അനുരഞ്ജനത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കുന്ന ഒരു തീർത്ഥാടനം. Give new hope in the midst of suffering and pain. കഷ്ടതയുടെയും വേദനയുടെയും നടുവിൽ പുത്തൻ പ്രതീക്ഷ നൽകുന്ന ഒരു തീർത്ഥാടനം. It's an opportunity to come with our struggles and get answers. നമ്മുടെ പോരാട്ടങ്ങളുമായി ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നതിനും ഉത്തരം ലഭിക്കുന്നതിനുമുള്ള ഒരു തീർത്ഥാടനം. It's a pilgrimage, a movement of love. ഇതൊരു സ്നേഹത്തിന്റെ തീർത്ഥാടനമാണ്. A love that suffers and self-empties. നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കപ്പെടുന്നതും കഷ്ടത സഹിക്കാൻ തയ്യാറാകുന്നതുമായ സ്നേഹത്തിന്റെ ഒരു തീർത്ഥാടനം. Love that transforms. നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ തീർത്ഥാടനം. And that special love enables people to experience oneness and unity. ഒരുമിച്ചാകാനും ഐക്യം പ്രാപിക്കാനും ഈ സ്നേഹത്തിന്റെ തീർത്ഥാടനം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. To understand this language of pilgrimage, of oneness, let me read with you the chapter 26 of Genesis, the first book of the Bible. ഈ ആത്മീയ ഐക്യത്തിന്റെ സംഘയാത്രയിൽ നമ്മെ സഹായിക്കുവാൻ പര്യാപ്തമായ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനാണ് ആഗ്രഹിക്കുന്നത്. Please open the Bible if you have one. വേദപുസ്തകം നമുക്ക് ഒരുമിച്ച് തുറന്ന് വെച്ച് വായിക്കാം. I am not going to read the chapter, but I will use this chapter to see how the journey and pilgrimage of Isaac is our own pilgrimage. ഈ അധ്യായം മുഴുവൻ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ അധ്യായത്തിലൂടെ ഇസഹാക്കിന്റെ ഒരു തീർത്ഥാടനത്തെ നമ്മുടെ ജീവിത തീർത്ഥാടനവുമായി തട്ടിച്ചു നോക്കാനാണ് ആഗ്രഹിക്കുന്നത്. Isaac was a wanderer, a nomad. ഇസഹാക്ക് ഒരു ദേശാന്തരിയായ അലഞ്ഞു തിരിഞ്ഞ നടന്ന വ്യക്തിയാണ്. He was driven by a dream. അദ്ദേഹം ഒരു സ്വപ്നത്താൽ നയിക്കപ്പെട്ടവനാണ്. Its vision to stay in Gerar, the land of Philistines. ഫിലിസ്ത്യരുടെ നാട്ട് ആയ ഗെരാറിൽ താമസിക്കാനുള്ള ഒരു നയിക്കപ്പെടലിന്റെ അനുഭവത്തോടുകൂടെ ജീവിച്ചവൻ. If you see verse 3, it says, "Stay in this land for a while, and I will be with you, and I will bless you." 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. Isaac's pilgrimage was a promise he received from God. ഇസഹാക്കിന്റെ തീർത്ഥാടനം ദൈവം വാഗ്ദാനം ചെയ്ത ഒരു തീർത്ഥാടനമാണ്. The church has always spoken the language of pilgrims. ഈ തീർത്ഥാടനത്തിന്റെ ഭാഷ എല്ലാ കാലത്തും സഭ ഉപയോഗിച്ചിട്ടുണ്ട്. We spoke about world foreignness. We are the citizens of the other world. നമ്മൾ പലപ്പോഴും മറ്റൊരു ലോകത്തിന്റെ പൗരന്മാരാണെന്നുള്ള ബോധത്തോടെ സംസാരിച്ചിട്ടുണ്ട്. We are a community walking towards the kingdom of God. ദൈവരാജ്യത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. But church's pilgrimage is driven by the vision given by our own Lord Jesus Christ, that all may be one as we are one. സഭയുടെ ഈ തീർത്ഥാടനം എല്ലായ്പ്പോഴും നയിക്കപ്പെടുന്നത് ദർശനത്തിലൂടെയാണ്. ഞാൻ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണമെന്ന് പറയുന്ന ദർശനത്തിന്റെ തീർത്ഥാടനം. This dream of one church is a gift and also a vision. ഈ സഭകളുടെ ഐക്യം എന്ന് പറയുന്നത് ഇതൊരു ദാനവും ഇതൊരു ദർശനവുമാണ്. At the same time, it is a promise. ഇതാൽ അതേ സമയത്ത് തന്നെ ഇതൊരു വാഗ്ദാനം കൂടെയാണ്. And this vision and this promise is realized as we walk together as churches in communion. ഒരുമിച്ച് സഭകൾ തമ്മിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഈ ഒരു തീർത്ഥാടനത്തിന്റെ ഊഷ്മളത നമ്മൾ അനുഭവിക്കുകയും ആരായുകയും ചെയ്യുകയാണ്. We explore, we discover new meanings, new understandings of this vastness
of gift of unity. ദൈവം നൽകുന്ന ഈ ഐക്യത്തിന്റെ ആഴവും പരിവേഷണവും ഒക്കെ ഇതിലൂടെ നമ്മൾക്ക് സാധ്യമാവുകയാണ്. But unity always raises uncomfortable questions of relationships within koinonia. എന്നാൽ പലപ്പോഴും ഈ ഐക്യത്തിന്റെ അനുഭവം ചോദിക്കുന്നതായ ചോദ്യങ്ങൾ അസ്വസ്ഥകരമായ ചോദ്യങ്ങളാണ്. It asks questions of our identity. ഇത് പലപ്പോഴും നമ്മുടെ സ്വത്വത്തെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച്, ആളത്വത്തെക്കുറിച്ച് അസ്വസ്ഥമായ ചോദ്യങ്ങൾ ചോദിക്കും. Isaac staying in Gerar was a risk. ഇസ്ഹാക്ക് ഗരാറിൽ താമസിക്കുന്നത് തന്നെ ആപൽകരമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു. He became vulnerable. അവൻ വളരെയേറെ വ്രണിത ഹൃദയത്തോടുകൂടെ ജീവിക്കുകയാണ്. Isaac had to answer the query on his identity. ഇസ്ഹാക്കിന് തന്റേതായ ആളത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടി വരികയാണ്. He preferred not to reveal his identity. അവൻ പലപ്പോഴും തന്റെ വ്യക്തിത്വം, ആളത്വം വെളിപ്പെടുത്താതിരിക്കാനാണ് ആഗ്രഹിച്ചത്. But he says his wife is his sister. അതുകൊണ്ട് തന്നെ തന്റെ ഭാര്യ തന്റെ സഹോദരി എന്ന നിലയിലാണ് ഇസ്ഹാക്ക് പറയുന്നത്. He was afraid of his life. ഇസ്ഹാക്ക് പലപ്പോഴും തന്റെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. If you see verse 7, you read, the men of this place might kill me on account of Rebekah because she is beautiful. 7-ാം വാക്യം വായിക്കുമ്പോൾ റെബേക്ക സൗന്ദര്യമുള്ളവളായതുകൊണ്ട് ഈ നാട്ടിലുള്ള ആളുകൾ തന്നെ കൊല്ലുമെന്നുള്ള ഭീഷണി, ഭയം ഇസ്ഹാക്കിനെ വേട്ടയാടുകയാണ്. We should not try to evade the questions of identity. നമ്മുടെ സ്വത്വത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. We need to acknowledge the sacredness in the relationships that we share. നമ്മുടെ ബന്ധങ്ങളിലുള്ള വിശുദ്ധി എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. We are not called to create a fake perception to buy our security. നമ്മുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി ചില തെറ്റായ കീഴ്വഴക്കങ്ങളെ നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. Our identity is what we have, what we are, and is determined by the network of relationships we നമ്മുടെ share. ആളത്വം എന്തെന്നുള്ളത്, നമ്മൾ ആരായിരിക്കുന്നു, എങ്ങനെയായിരിക്കുന്നു, അത് ബന്ധങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ്. We are respected and honored for the sincerity and clarity of our identity. നമ്മുടെ അസ്തിത്വത്തിന്റെ വ്യക്തതയും അതിന്റെ സുതാര്യതയുമാണ് അതിന്റെ അടിസ്ഥാനമായി ഭവിക്കുന്നത്. King Abimelech speaks sense to Isaac. അബീമേലെക്ക് രാജാവ് ഇസ്ഹാക്കിനോട് വളരെ വികാരവായ്പോടെ സംസാരിക്കുകയാണ്. What is this you have done to us? എന്താണ് നീ ഞങ്ങളോട് ചെയ്തത്? He asks Isaac. ഇസ്ഹാക്കിനോട് ചോദിക്കുകയാണ്. The churches living in this context should be clear of its identity. സഭ ഈ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ അതിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, ആളത്വത്തെക്കുറിച്ച്, സ്വത്വത്തെക്കുറിച്ച് നിശ്ചയം ഉണ്ടായിരിക്കേണ്ടതാണ്. The identity of a church in union is a mosaic. ഐക്യത്തിലുള്ള ഒരു സഭയുടെ ഐക്യം എന്ന് പറയുന്നത് സ്വത്വത്തിന്റെ തന്നെ ഊഷ്മളമായ അനുഭവമാണ്. The communion of churches offer a rainbow of interpretations. ഈ ഐക്യം പലപ്പോഴും ഒരു മഴവില് പോലുള്ള ധാരാളം വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകുന്നതാണ്. If you see verse 12, it says Isaac became rich. 12-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു ഇസ്ഹാക്ക് വളരെ സമ്പന്നനായി തീർന്നു. He became wealthy and strong. അവൻ ധനികനും വളരെ ശക്തനുമായി മാറുകയാണ്. He became a threat to the community living there. ആ നാട്ടിലുള്ള സമൂഹത്തിന് അവൻ ഒരു ഭീഷണിയായി മാറുകയാണ്. We should ask ourselves, why we strive for unity? എന്തുകൊണ്ട് നമ്മൾ ഐക്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. Is it because we want to become strong? എന്തിനാണ് നമുക്ക് ശക്തരാകുന്നതിന് വേണ്ടിയാണോ? More resourceful? കൂടുതൽ വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടിയാണോ? Is our unity to ward off threats that are coming because of the radicalization of our context? ചുറ്റുപാടും ഉയർന്നു വരുന്നതായ പുതിയ ഭീഷണികളെ നേരിടാൻ നമ്മൾ തന്നെ ശക്തരാകണമെന്നാണോ? Our pilgrimage for unity is not to become rich or strong or resourceful. ഈ ഐക്യത്തിന്റെ തീർത്ഥാടനം എന്ന് പറയുന്നത് ശക്തരാകുന്നതിനോ കൂടുതൽ വിഭവങ്ങളെ സമാഹരിക്കുന്നതിനോ വേണ്ടിയല്ല. Our unity is a way in which we involve ourselves, participate and serve our context. ഈ നമ്മുടേതായ സാഹചര്യത്തിൽ വളരെ ഗൗരവമേറിയ പങ്കാളിത്തത്തോടെ അതിന്റെ ആഴമുള്ള ബന്ധങ്ങളോടെ പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഈ ഐക്യം ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. It should not become a threat to the existence of life of the others
or the expressions of the faith of the others. മറ്റുള്ള സമൂഹങ്ങളുടെ ജീവിത ആവിഷ്കാരങ്ങൾക്ക് ഒരു ഭീഷണിയാകാനല്ല ഈ ഐക്യം ആവശ്യമായിട്ട് വരേണ്ടത്. King Abimelech requests Isaac to stay, but when he observes Isaac becoming strong, Isaac gathering strength and wealth to himself, he changes his mind and asks Isaac to leave Gerar. കുറച്ചു നിമിഷം മുമ്പ് തൻ്റെ നാട്ടിൽ പാർക്കണമെന്ന് അബീമേലെക്ക് ഇസാക്കിനോട് ആവശ്യപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഇസാക്ക് ശക്തനാകുന്നു, ബലവാനാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അബീമേലെക്ക് ഇസാക്ക് തൻ്റെ നാട്ടിൽ നിന്ന് പോകണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. We as a church, as a community, live in a context to bring transformation, not to become a threat. ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് ആ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, മറിച്ച് ആ സമൂഹത്തിന് ഒരു ഭീഷണിയാകുന്നതിന് വേണ്ടിയല്ല. Our existence in a community should bring about change and affirm life. നമ്മൾ ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്നത് തന്നെ രൂപാന്തരത്തിന് വേണ്ടിയും മാറ്റത്തിന് വേണ്ടിയും ജീവിതത്തിന് തന്നെ ഉണ്ടാകുന്ന പരിവർത്തനത്തിന് വേണ്ടിയുമാണ്. If you read verse 18 and 19, 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് കഴിച്ചതും Isaac revisits and redigs wells that his father had dug. ഇസ്ഹാക്ക് തന്റെ പൂർവ്വപിതാവായ അബ്രഹാം കുഴിച്ചതായ കിണറുകളെ വീണ്ടും കുഴിക്കുകയാണ്. Water is the sign of life. വെള്ളം ജീവന്റെ അടയാളമാണ്. Digging the well recognizes and affirms the possibility of the existence of life. കിണറുകൾ കുഴിക്കുന്നത് ജീവന്റെ നിലനിൽപ്പിന്റെ തന്നെ ഒരു ആവിഷ്കാരമാണ്. Redigging and revisiting old wells anew is a resource management. പഴയ കിണറുകളെ സന്ദർശിക്കുകയും അതേ കിണറുകളെ കുഴിക്കുകയും ചെയ്യുന്നത് ഒരു വലിയ വിഭവ സമാഹരണത്തിന്റെ യജ്ഞമാണ്. It is making use of the available resources and maximizing its effect. നിലവിലുള്ള വിഭവങ്ങളെ കൂടുതൽ സമാഹരിക്കുകയും വിദഗ്ധമായ രീതിയിൽ അവയെ ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണിത്. Metaphorically, redigging the well is returning to the old values. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ കിണറുകളെ പുനർസന്ദർശിക്കുന്നു എന്ന് പറയുന്നത് പഴയ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ തിരിഞ്ഞു നോട്ടം നടത്തുന്നു എന്നുള്ളതാണ്. It is revisiting our cherished old traditions. നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതായ നമ്മുടെ പൂർവ്വകാല പാരമ്പര്യങ്ങളെ തിരിഞ്ഞു നോക്കുന്നു എന്നുള്ളതാണ്. Unearthing the new streams of the old tradition. ഒരു വിധത്തിൽ പുതിയ ഉറവകൾ തേടുന്നത് പഴയതിൽ നിന്ന് തന്നെയാണ്. Refilling and preserving the groundwater, but at the same time, if you see metaphorically, preserving and refilling our own spiritual strength. ഭൂഗർഭത്തിലെ ജലം വീണ്ടും നോക്കുന്നു എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ആലങ്കാരികമായി പറഞ്ഞാൽ നമ്മുടെ ആത്മീയ പാരമ്പര്യങ്ങളിലേക്ക് നമ്മൾ തിരികെ പോകുന്നു എന്നുള്ള അർത്ഥമാണ്. We are called in this pilgrimage to go back to our roots. നമ്മൾ ഈ തീർത്ഥാടനത്തിൽ നമ്മളുടെ പഴയ വേരുകൾ തേടി നമ്മൾ തിരികെ പോകണം. Our roots give us the understanding of our identity. ഈ തിരിഞ്ഞു നോട്ടമാണ് നമ്മൾ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നമുക്ക് നൽകുന്നത്. You gathering here for the 121st time is a sign that you have never forgotten the roots and the strength of the tradition. 121ാമത് മാരാമൺ മഹായോഗത്തിൽ നിങ്ങൾ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പഴയ വേരുകളെ മറന്നിട്ടില്ല, അതിൻ്റെ ആത്മീയ സത്തയെയും അനുഭവങ്ങളെയും മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. It is revisiting the life and faith of our forefathers and foremothers. നമ്മുടെ പൂർവ്വ മാതാപിതാക്കളുടെ ജീവിത അനുഭവങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്, ഒരു പുനർസന്ദർശനമാണിത്. It is revisiting their faith, their spiritual strength and their spiritual flow. അവരുടെ ആത്മീയ അനുഭവങ്ങളെയും അതിൻ്റെ ഒഴുക്കുകളെയും മനസ്സിലാക്കി അതിലേക്ക് തിരിഞ്ഞു പോവുക എന്നുള്ളതാണ് ഇവിടെ. But at the same time, understanding the new meaning of faith. അതോടൊപ്പം തന്നെ വിശ്വാസത്തിന്റെ പുതിയ അർത്ഥം തേടലും ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. Exploring anew the faith of our forefathers and foremothers. പഴയകാല ജീവിതത്തിന്റെ അനുഭവങ്ങളെയും വിശ്വാസ അനുഭവങ്ങളെയും പുതിയ രീതിയിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. Redigging the old well and discovering new waters is not a harmless job. അതുകൊണ്ട് പഴയ കിണറുകളെ പുതുക്കുക എന്ന് പറയുന്നത്
നമ്മുടെ ജീവിത അനുഭവങ്ങളെ തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമല്ല. It's a risk worth taking. അത് ഒരു വിധത്തിൽ ആപൽകരമായ ഒരു ചുവടുവെപ്പാണ്. It's never a smooth process. ഇത് ഒട്ടും ലാഘവത്തോടെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. There will be people who will stop, who will fill the well with the earth. ചില സമയത്ത് ചില ആളുകൾ അതിനെ തടഞ്ഞെന്ന് വരും, ചില ആളുകൾ ആ പഴയ കിണറുകൾ അടച്ചു പൂട്ടിയെന്ന് വരും. There will be people who claim that the waters is theirs. ചില ആളുകൾ പറയും ആ കിണറുകൾ തങ്ങളുടേതാണെന്ന് പറയുമായിരിക്കാം. There will be many hurdles and struggles. ഇതിനുള്ളിൽ ധാരാളം പോരാട്ടങ്ങളും കഠിന ശോധനകളും ഉണ്ടാകാം. There will be opposition, dispute and quarrels. തീർച്ചയായിട്ടും പ്രതിരോധവും പ്രശ്നവും തർക്കങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാം. Therefore, when Isaac redug the well in one place, he calls that Sitna. ഒരിടത്ത് ഇസ്ഹാക്ക് കിണർ കുഴിക്കുമ്പോൾ സിത്ന എന്ന് അങ്ങനെ പേരിടുകയാണ്. See verse 21, which meant quarrel, opposition. 21 വാക്യത്തിൽ സിത്ന എന്ന് പറഞ്ഞാൽ തർക്കം, ഷണ്ഡ എന്നാണ്. And in another place, he names a well as Esek, which meant dispute. മറ്റൊരിടത്ത് എസക്ക് എന്ന കിണറിന് പേരിടുമ്പോൾ അവിടെയും തർക്കവും ഷണ്ഡയും കലഹവുമാണ് സൂചിപ്പിക്കുന്നത്. A pilgrimage towards unity will always be accompanied by opposition and disputes. ഐക്യത്തിലേക്ക് നയിക്കുന്ന തീർത്ഥാടനം പലപ്പോഴും ഈ വിധത്തിൽ തർക്കവും വിപരീതവും പോരാട്ടവും ഒക്കെ ഉള്ളതാണ്. But at the same time, it is life affirming and life defining. അത് ഒരേ സമയത്ത് തന്നെ ജീവിതത്തെ ഉറപ്പാക്കുന്നതും ജീവിതത്തെ നിർവചിക്കുന്നതുമാണ്. It extends our horizon. നമ്മളുടെ വിഹായസുകളെ അത് ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. Opposition and dispute is also part of our life. It's a part of our learning. അത് ഈ ഒരു പോരാട്ടവും കലഹവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ ജീവിതത്തിൽ പലതും പഠിക്കുകയാണ്. Learning to move, learning to overcome, learning to negotiate. എപ്പോഴും കൂടിയാലോചനകളിലേക്കുള്ള ഒരു പഠനമായി, മുന്നേറുവാനുള്ള ഒരു പഠനമായി, സന്തോഷിക്കാനുള്ള ഒരു പഠനമായി ഇവ മാറുകയാണ്. It's learning new ways, new avenues, the need for the dialogue. ഇത് പുതിയ ഇടങ്ങൾ കണ്ടെത്തുവാൻ, പുതിയ സംവാദത്തിലേക്ക് നയിക്കുവാൻ ശേഷിയുള്ളതായ ചില കൂടിയാലോചനകൾക്ക് സഹായിക്കുന്നതായ മുന്നേറ്റമാണ്. It's also learning to live together. ഒരുമിച്ച് താമസിക്കാനുള്ള, ഒരുമിച്ച് ജീവിക്കാനുള്ള പാഠമാണ് ഇത് നമുക്ക് നൽകുന്നത്. But with different opinions. പക്ഷേ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടെ. But at the same time, this is about choosing the right path. എന്നാൽ അതേ സമയം ഇത് ശരിയായ വഴി തെരഞ്ഞെടുക്കാനുള്ള ഒരു നിയോഗ സമയം കൂടെയാണ്. Discerning the spirit. ശരിയായ ദൈവത്തിന്റെ ആത്മാവിനെ വിവേചിച്ചറിയാനുള്ള സന്ദർഭമാണ്. Courage to walk in the chosen path. ധൈര്യത്തോടെ വിളിക്കപ്പെട്ട വഴികളിലേക്ക് മുന്നേറാനുള്ള ഒരു വരമാണ്. The process of this unity pilgrimage should not become a cause of envy, but a cause for joy and celebration. അതുകൊണ്ട് തന്നെ ഭിന്നതകൾ ഒരിക്കൽ പോലും അകലങ്ങളിലേക്ക് നയിക്കുന്നതിനല്ല, മറിച്ച് സന്തോഷിക്കുന്നതിനും ഊഷ്മളമായ അനുഭവങ്ങളെ ആഘോഷിക്കുന്നതിനുമുള്ള അവസരങ്ങളായി തീരണം. Isaac moved from Esek and Sitna, quarrel and opposition, to Rehoboth. ഇസ്ഹാക്ക് എസക്കിൽ നിന്നും സിത്നായിൽ നിന്നും കലഹത്തിൽ നിന്നും ഷണ്ടയിൽ നിന്നും രഹബോത്തിലേക്ക് യാത്രയാവുകയാണ്. Verse 22. 22 വാക്യം. He dug another well and names it as Rehoboth. ഇസ്ഹാക്ക് മറ്റൊരു കിണർ കുഴിച്ചു, അതിന് രഹബത്ത് എന്ന് പേരിട്ടു. There was no one to quarrel about it. അവിടെ ആരും തന്നോട് കലഹിച്ചില്ല, ഷണ്ടയിട്ടില്ല. Rehoboth meant room, open space. രഹബത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഇടം, തുറസായ ഇടം എന്നാണ് അർത്ഥം. Did Isaac learn lessons at Sitna and Esek? ഇസ്ഹാക്ക് സിത്നായിലും എസക്കിലും എന്തെങ്കിലും പാഠം പഠിച്ചുവോ? In the process of digging the old wells, he contributed to the water levels of the ground. പഴയ കിണറുകൾ കുഴിച്ചതിലൂടെ നിലവിലുള്ള ജലനിരപ്പുകളെ കൂട്ടുവാൻ ഇസ്ഹാക്കിന്റെ ജീവിതത്തിലൂടെ സാധിക്കുകയാണ്. It not only helped him, but also the others in the community. അത് തന്നെ മാത്രമല്ല സഹായിച്ചത്, തനിക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരെയും ഇസ്ഹാക്ക് സഹായിക്കുകയായിരുന്നു. It rejuvenated others' water resources. അത് മറ്റുള്ളവരുടെ ജീവിത അനുഭവങ്ങളെ തന്നെ പുനർജീവിപ്പിക്കുന്നതായിരുന്നു. Therefore, when we walk in a pilgrimage of unity, the aim is not only to help us, but to take all together.
ഐക്യത്തിൻ്റെ ഒരു തീർത്ഥാടനം നമ്മൾ നടത്തുമ്പോൾ അത് നമ്മെ മാത്രമല്ല സഹായിക്കുന്നത്, മറിച്ച് നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരെയും പുനർജീവിപ്പിക്കുന്ന ഒരു അനുഭവമായി തീരും. Digging the old well has a socio-economic as well as ecological inclusion project. പഴയ കിണറുകളെ പുനഃസ്ഥാപിക്കുന്നതിന് സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതികമായ മാനങ്ങളുണ്ട്. Therefore, when we come to Rehoboth, the space, the open space, we learn to think not only of ourselves but all who live along with us. അതുകൊണ്ട് രഹബോത്തിൽ എത്തുമ്പോൾ, തുറസ്സ ഇടത്തെത്തുമ്പോൾ നമ്മളെക്കുറിച്ച് മാത്രമല്ല സകലരെയും കുറിച്ച് ചിന്തിക്കുവാൻ അത് നമ്മെ സഹായിക്കുകയാണ്. It's about relating to our neighbors. അത് നമ്മുടെ അയൽക്കാരോട് ഇടകലരുവാൻ, സ്നേഹബന്ധത്തിൽ ഏർപ്പെടുവാൻ നമ്മെ സഹായിക്കുകയാണ്. We are only facilitators. നമ്മൾ ഒരു വിധത്തിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളായിട്ട് മാറുകയാണ്. We cannot impose our will. നമ്മളുടെ ഇഷ്ടങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ പറ്റുകയില്ല. We only help that we all live together. നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ തരുണത്തിൽ ചെയ്യുന്നത്. Rehoboth is a space where every person has a space, time and opportunity. രഹബത്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇടമുണ്ട് എന്ന് പറയുന്ന, സമയമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇടമാണ്. Everyone can flower forth up to his potential. എല്ലാവർക്കും അവരുടേതായ കഴിവിനൊത്തവണ്ണം ഫലം കായ്ക്കാൻ സാധിക്കുന്നതായ ഒരു ഇടമാണ്. Rehoboth is a place of justice. രഹബത്ത് നീതിയുടെ ഒരിടമാണ്. Wherever Isaac moved, he put up a tent. എവിടെല്ലാം ഇസ്ഹാക്ക് നീങ്ങിയോ അവിടെല്ലാം ഇസ്ഹാക്ക് ഒരു കൂടാരമടിച്ചു. Tent was sign of his pilgrimage. കൂടാരം ഇസ്ഹാക്കിന്റെ തീർത്ഥാടനത്തിന്റെ ഒരു അടയാളമാണ്. It always reminded him that he is not bound to that space. ഇത് എപ്പോഴും ഇസ്ഹാക്കിനെ ഓർമ്മപ്പെടുത്തി താൻ ഒരു പ്രത്യേക ഇടത്തിന്റെ ആളല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. But he was not a tourist. എന്നാൽ ഇസ്ഹാക്ക് ഒരു വിനോദസഞ്ചാരിയായിരുന്നില്ല. He was a pilgrim. അവൻ ഒരു തീർത്ഥാടകനായിരുന്നു. When he put up a tent, that tent gave him the shelter. അവൻ കൂടാരമടിച്ചപ്പോൾ ആ കൂടാരം അവന് സുരക്ഷിതത്വം നൽകുന്നതായിരുന്നു. He was resourceful, and from his resource he could help others to find resources. അവന് ധാരാളം വിഭവം സമാഹരിക്കുവാൻ ഇടയായി. എന്നാൽ തന്റെ വിഭവങ്ങൾ ബാക്കിയുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഇത് സഹായിക്കുകയാണ്. This tent was a place of hospitality for the coming community. തന്റെ ചുറ്റുപാടുമുള്ള സമൂഹത്തിന് ആതിഥേയത്വം നൽകുന്നതായ ഒരിടമായി ഈ കൂടാരം മാറുകയാണ്. He not only finds water, but he finds water for others. തനിക്ക് മാത്രം വെള്ളം കണ്ടെത്തുക എന്നുള്ളതല്ല, മറ്റുള്ളവർക്കും ജലം കണ്ടെത്തുന്നതായ ഒരു സാഹചര്യം ഇവിടെ ഉടലെടുക്കുകയാണ്. He not only harvests for himself and his family, but also for the community, the village around. തനിക്ക് മാത്രം അവൻ കൊയ്യുകയല്ല, തന്റെ കൊയ്ത്തെല്ലാം ബാക്കി എല്ലാവർക്കും, തന്റെ ഗ്രാമത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ്. Tent was a place of collaboration. ഒരു വിധത്തിൽ കൂടാരം പുതിയ സഖിത്വത്തിന്റെ ഒരു പ്രതീകമായി മാറുകയാണ്. Tent was also an invitation to the people around to come and see. കൂടാരം എന്ന് പറയുന്നത് തന്റെ ചുറ്റുപാടുമുള്ളവർക്ക് തന്റെ വീട്ടിലേക്ക് വരുവാൻ സാധിക്കുന്ന ഒരു വലിയ ആഹ്വാനം നൽകുന്ന ഇടമാണ്. It was a place for engagement. പരസ്പരം ഇടപെടുന്നതിനുള്ള സാധ്യത നൽകുന്ന സാഹചര്യമാണ്. A place which can inspire and encourage others. ഒരു ഇടം എന്ന് പറയുന്നത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും പുനർജീവിപ്പിക്കാൻ കഴിയുന്ന ഇടമായി കൂടാരം മാറുകയാണ്. In Esek and Sitna, he did not understand fully the meaning of the tent. എസക്കിലും സിത്നായിലും കൂടാരത്തിന്റെ അർത്ഥം ശരിയായി ഇസ്ഹാക്കിന് മനസ്സിലായില്ല. But in Rehoboth, he could understand the fuller meaning of the tent. രഹബോത്തിൽ പക്ഷേ കൂടാരത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് ഇസ്ഹാക്ക് മനസ്സിലാക്കുകയാണ്. He could understand the energy and power of the context. ആ സാഹചര്യത്തിന്റെ ഊർജവും ഊഷ്മളതയും ഇസ്ഹാക്ക് മനസ്സിലാക്കുകയാണ്. He could discover the potentials and got inspiration to be a power, an instrument of change. മാറ്റത്തിന്റെ ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ തക്കവണ്ണമുള്ള കഴിവുകളും സിദ്ധികളും തന്നിലുണ്ടെന്നും തന്റെ കൂടാരത്തിനുണ്ടെന്നും ഇസ്ഹാക്ക് തിരിച്ചറിയുകയാണ്. Pitching a tent also meant hard work,
hard work and commitment to affirm life. കൂടാരമടിക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമായ ഒരു വ്യയമാണ്. അത് ദൈവത്തിൽ സാധ്യമാകുന്ന കഠിന ശോധനയുടെ ഒരു വ്യയമാണ്. And wherever Isaac went, he not only dug well, pitched tent, he also built an altar. താൻ പോയിടത്തെല്ലാം കൂടാരം മാത്രം അടിച്ച് കിണർ മാത്രം കുഴിച്ചവനല്ല ഇസ്ഹാക്ക്, മറിച്ച് യാഗപീഠവും പണിതവനാണ്. Altar signifies that for him the accompaniment of God was of prime importance. യാഗപീഠം സൂചിപ്പിക്കുന്നത് ദൈവം തന്നോട് കൂടെ ഉണ്ടെന്നുള്ള അർത്ഥത്തിന്റെ ഒരു അടയാളമായിട്ടാണ്. It is acknowledging that God is his accompanier. ദൈവം തന്റെ സന്തത സഹചാരിയാണെന്നുള്ള ഉറപ്പാണ് ഇതിലൂടെ ഇസ്ഹാക്ക് സ്ഥാപിക്കുന്നത്. Without God he is nothing. ദൈവം ഇല്ലെങ്കിൽ ഇസ്ഹാക്ക് ഒന്നുമല്ല എന്ന് തിരിച്ചറിയുകയാണ്. God's presence and loving kindness made him what he really was. ദൈവത്തിന്റെ സ്നേഹവും സൗമ്യതയും ഇസ്ഹാക്ക് തിരിച്ചറിയുകയാണ്. The sign of this was always an altar. ഈ യാഗപീഠത്തിന്റെ ഒരു അടയാളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. Altar that made him praise God. ദൈവത്തെ സ്തുതിക്കുവാൻ അവൻ ഉപയുക്തമായി തീരുന്ന യാഗപീഠം. Pray. പ്രാർത്ഥിക്കുവാൻ. Get new vision. പുതിയ ദർശനം പ്രാപിക്കുവാൻ. And that vision inspired him to move on with the pilgrimage. അതുകൊണ്ട് ഈ തീർത്ഥാടനത്തിൽ മുന്നേറുവാൻ ഒരു വിധത്തിൽ യാഗപീഠം അവനെ സഹായിക്കുകയാണ്. Altar was also the place where he again and again understood his faith anew. ദൈവത്തിലെ ഉള്ള തന്റെ വിശ്വാസം വീണ്ടും വീണ്ടും തിരിച്ചറിയാൻ, പുതിയതായി മനസ്സിലാക്കാൻ ഈ യാഗപീഠം ഇസ്ഹാക്കിനെ സഹായിച്ചുകൊണ്ടിരുന്നു. He also understood his own God. അവൻ അവന്റെ ദൈവത്തെ തന്നെ കണ്ടെത്തുകയാണ്, മനസ്സിലാക്കുകയാണ്. Discovered God anew through the altar. ദൈവത്തെ പുതുതായി കണ്ടെത്തുവാൻ യാഗപീഠത്തിലൂടെ ഇസ്ഹാക്കിന് സാധിച്ചു. Altar was the center of Isaac's life. തന്റെ വ്യക്തി ജീവിതത്തിൽ ഈ യാഗപീഠം അതിന്റെ കേന്ദ്രത്തിൽ തന്നെ നിൽക്കുകയാണ്. This altar was also the place where he brought his burden to the Lord. ഈ യാഗപീഠത്തിൽ തന്റെ ഭാരം മുഴുവനും ഇസ്ഹാക്ക് കൊണ്ടുവരികയാണ്. His problems, അവന്റെ പ്രശ്നങ്ങൾ, his pains, അവന്റെ സങ്കടങ്ങൾ, and his struggles, അവന്റെ പോരാട്ടങ്ങൾ, and put them in God's hands. ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവകരങ്ങളിൽ ഇതെല്ലാം യാഗപീഠത്തിന് അരികിൽ നിന്ന് സമർപ്പിക്കുകയാണ്. There his burden was lessened and lightened. ഈ യാഗപീഠത്തിന് അരികിൽ ഈ വിധ അനുഭവങ്ങൾ ഒരു പാഠമായി, ഒരു വെളിച്ചമായി അവന് മാറുകയാണ്. The altar really helped him to hear God's voice and discern God's will. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനും ദൈവ ഇഷ്ടം തിരിച്ചറിയുന്നതിനും ഈ യാഗപീഠം അവനെ സഹായിച്ചു. Digging the old well, പഴയ കിണറുകൾ കുഴിക്കുക, pitching a tent, ഒരു കൂടാരം അടിക്കുക, building a new altar, ഒരു പുതിയ യാഗപീഠം പണിയുക, became the signs of a pilgrimage. ഒരു തീർത്ഥാടനത്തിന്റെ ലക്ഷണങ്ങളായി, അടയാളങ്ങളായി ഇവ മാറുകയാണ്. A pilgrimage of revisioning the faith and the faith journey. തന്റെ വിശ്വാസ യാത്രയെ പുനർദർശിക്കുന്നതിന് ഒരു അടയാളമായി, അനുഭവമായി ഈ തീർത്ഥാടനം മാറുകയാണ്. If you go to verse 26, 26ാമത്തെ വാക്യത്തിൽ വരികയാണെങ്കിൽ, Abimelech comes back to Isaac. അബിമേലെക്ക് തിരികെ വരികയാണ് ഇസ്ഹാക്കിന്റെ അടുക്കൽ. Isaac was a little perplexed. ഇസ്ഹാക്ക് അല്പം സംഘർഷഭരിതനായിരുന്നു. Why then you asked me to go out of your country then? Why did you come again to me? ഇസ്ഹാക്ക് അബിമേലെക്കിനോട് ചോദിക്കുന്നു, എന്റെ രാജ്യത്തിൽ നിന്ന് പോകണമെന്ന് നീ എന്തുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്? ഇപ്പോൾ നീ എന്തിനാണ് എന്റെ അടുക്കൽ വരുന്നത്? If you read verse 28, 28ാമത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ, you can see the rereading of Isaac's life from Abimelech's perspective. അബിമേലെക്കിന്റെ വീക്ഷണത്തിൽ ഇസ്ഹാക്കിന്റെ ജീവിതത്തെ പുനർവായിക്കുന്നതായിട്ട്, മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് ഈ വേദഭാഗം വെളിപ്പെടുത്തുകയാണ്. They understood Isaac's interventions, Isaac's shortcomings, but they also understood that God is with him. അബിമേലെക്ക് മനസ്സിലാക്കുന്നത് ഇസ്ഹാക്കിലുള്ള വിശ്വാസത്തെയും ഇസ്ഹാക്കിന്റെ ഇടപെടലിന്റെ നന്മയും ഇസ്ഹാക്കിന്റെ പരിമിതികളെയും, അതോടൊപ്പം ദൈവം ഇസ്ഹാക്കിനോട് കൂടെയുണ്ടെന്നുള്ള അറിവ് മനസ്സിലാക്കുകയാണ്. This should happen to the church in our context. നമ്മുടെ സാഹചര്യത്തിൽ സഭയ്ക്ക് ഇത് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. People around us should understand us
നമ്മുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ നമ്മളെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Understand the purpose of we being a church. സഭ എന്തിനു വേണ്ടി ആയിരിക്കുന്നു എന്ന ഉദ്ദേശത്തെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Abimelech tells Isaac that they want to have a covenant with Isaac. അബിമേലെക്ക് ഇസ്ഹാക്കിനോട് പറയുന്നു, എനിക്ക് നീയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. Was it a covenant for justice? ഇത് നീതിക്ക് വേണ്ടിയുള്ള ഒരു ഉടമ്പടിയാണോ? A covenant for collaboration. ഒരുമിച്ചുള്ള സംഘം ചേരുന്ന കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഉടമ്പടി. A covenant for bridge building and reconciliation. ഒരു വിധത്തിൽ പറഞ്ഞാൽ പാലം പണിയുവാൻ സഹായിക്കുന്നതായ ഒരു വിധത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു ഉടമ്പടി. A covenant of a healed and a healing community. സൗഖ്യത്തിന്റെയും സൗഖ്യമാക്കുന്ന സമൂഹത്തിന്റെയും നടുവിലുണ്ടാകേണ്ട ഒരു ഉടമ്പടി. A community that wants peace. Peace and grace of God. ദൈവകൃപയും സമാധാനവും പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സമൂഹത്തിൽ ഉണ്ടാകേണ്ട ഉടമ്പടി. Verse 32 says, on that day they found water again in a new well. 32ാമത്തെ വാക്യം പറയുന്നു, ആ ദിവസം അവർ പുതിയ വിധത്തിൽ ജലം കണ്ടെത്തുകയാണ്. They name it as Sheba. അവർ അതിന് ഷിബ എന്ന് പേരിട്ടു. Well of oath or well of seven. ഉടമ്പടിയുടെ കിണർ എന്നുള്ളത് ഒരു വിധത്തിൽ സന്തോഷത്തിന്റെ ഉടമ്പടി എന്ന അർത്ഥം വരുന്ന. It is not Isaac's well. ഇത് ഇസാക്കിന്റെ കിണറല്ല. It belongs to all seven. ഇവിടെ ഉള്ള എല്ലാവർക്കും ബാധകമായിരിക്കുന്ന സ്വീകാര്യമായിരിക്കുന്ന ഒരു കിണറായി ഇത് രൂപാന്തരപ്പെടുകയാണ്. It belongs to all. ഇതെല്ലാവർക്കും സ്വീകാര്യമായിരിക്കുന്ന കിണറായി മാറുകയാണ്. It is the commonwealth. ഇത് ഒരുമിച്ചുള്ള ഒരു സമ്പത്തായി മാറുകയാണ്. Beersheba, well of seven. ബേർഷേബ എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ഒരു സമ്പത്തുള്ള ഒരു കിണറായി മാറുകയാണ്. Nurturing fellowship. കൂട്ടായ്മകളെ പരിപോഷിപ്പിക്കുന്നതായ ഒരിടം. Building trust. പരസ്പരമുള്ള വിശ്വാസത്തെ സംയോജ്യമാക്കുന്നതായ ഒരിടം. Encouraging solidarity. പരസ്പരമുള്ള ഐക്യദാർഢ്യത്തെ ശക്തീകരിക്കുന്നതായ ഇടം. This was the experience of Beersheba. ഇത് ബേർഷേബയുടെ ഒരു അനുഭവമാണ്. This is the mission of the church in pilgrimage towards unity. ഐക്യത്തിലേക്ക് നീങ്ങുന്ന സഭകളുടെ തീർത്ഥാടന അനുഭവത്തിൽ ഇതാണ് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. A pilgrimage towards life. ജീവിതത്തിന്റെ മുന്നോട്ട് പോകുന്ന അനുഭവങ്ങളിലേക്ക് മുന്നേറുന്നതായ ഒരു തീർത്ഥാടനം. A pilgrimage to understand the economy of life and commitment for justice and peace. നീതിയുടെയും സമാധാനത്തിന്റെയും ജീവനശാസ്ത്രത്തെ പരിചയപ്പെടുത്തുന്നതായ ഒരു കൂട്ടായ്മയുടെ മുന്നേറ്റമാണ് ഈ തീർത്ഥാടനം ആവശ്യപ്പെടുന്നത്. But in this pilgrimage we are not alone. എന്നാൽ ഈ തീർത്ഥാടനത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല. We are pilgrims following a pilgrim Lord. നമ്മൾ തീർത്ഥാടകനായ ദൈവത്തെ അനുഗമിക്കുന്ന തീർത്ഥാടകരാണ്. John 1:14 says, യോഹന്നാന്റെ സുവിശേഷം 1:14 ഇപ്രകാരം പറയുന്നു, the Logos became flesh വചനം ജഡമായി തീർന്നു, and pitched his tent among us, അവൻ കൂടാരമടിച്ച് നമ്മുടെ ഇടയിൽ പാർത്തു, and we have seen the glory. അവന്റെ തേജസ് നമ്മൾ കണ്ടിരിക്കുന്നു. The glory of the one and the only who came from the Father. പിതാവിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഏകജാതനായവന്റെ വലിയ തേജസ് നമ്മൾ കണ്ടിരിക്കുന്നു. Full of grace and truth. ദൈവകൃപയുടെ ആഴമുള്ള ഒരു തേജസ് നമ്മൾ കണ്ടിരിക്കുന്നു. John's gospel always speaks about the world foreignness of Jesus. യോഹന്നാന്റെ സുവിശേഷം എല്ലായ്പ്പോഴും ക്രിസ്തുവിന്റെ മറ്റൊരു മുഖത്തെ പ്രകാശിപ്പിക്കുന്ന അവസ്ഥ പരാമർശിക്കുന്നുണ്ട്. Because in every chapter almost Jesus comes from the Father and goes to the Father. പിതാവിൽ നിന്ന് വരികയും പിതാവിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷങ്ങളിൽ പല ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. His life in this world was a tent pitched among people. ക്രിസ്തുവിന്റെ ജീവിതം ജനമധ്യത്തിലുള്ള ഒരു കൂടാരത്തിന്റെ അവസ്ഥയിലായിരുന്നു. It was a pilgrimage towards the margins. ഈ കൂടാരം എന്ന് പറയുന്നത് പ്രാന്തസ്ഥിതരോട് അകന്നുപോയവരുടെ അടുക്കിലേക്ക് പോകുന്ന ഒരു കൂടാരമായിരുന്നു. Logos went to the margins. വചനം ബലഹീനരുടെ അടുക്കിലേക്ക് നീങ്ങുകയാണ്. Margin that was not explored. ഇതുവരെയും കണ്ടെത്താത്ത അരികുകൾ പുതുതായി കണ്ടെത്തുകയാണ്. Untested. ഇതുവരെയും മനസ്സിലാകാത്ത അരികുകൾ മുന്നിലേക്ക് വരികയാണ്. But Logos went to this margin which was full of potential and possibilities. വചനം ഈ അരികുകളിലേക്ക് പോയി അതിന്റെ എല്ലാ സാധ്യതകളെയും കണ്ടെത്തുകയാണ്. As people belonging to the community of this pilgrim Lord, നമ്മൾ ഈ തീർത്ഥാടകനായ ദൈവത്തിന്റെ സമൂഹം എന്ന നിലയിൽ we need to pilgrim towards the margin. നമുക്ക് തീർച്ചയായിട്ടും പ്രാന്തസ്ഥിത അനുഭവങ്ങളിലേക്ക്